ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കപ്സയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചെടുത്തതാണിത്, കുറച്ച് ഇഞ്ചി ചതച്ചത്, 2 നാരങ്ങ, ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ, കപ്സ മസാലപ്പൊടിയാണിത്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡർ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്, കുറച്ച് മല്ലിയില. ഇത് 4 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇതിന് പകരമായിട്ട് തക്കാളിയുടെ പേസ്റ്റ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട, ഉണക്കമുന്തിരി, കുറച്ച് കുരുമുളക്, ഉണക്ക നാരങ്ങ, മാഗി ക്യൂബ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് 2 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, കപ്സ അരി. ഇതിനെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചതാണിത്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചെമ്പിൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. റൈസ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ റൈസ് ഊറ്റിയാണ് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നെയ്ച്ചോറെല്ലാം വെക്കുന്ന പോലെ വറ്റിച്ചെടുത്താലും മതി. നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിയിട്ട് വേവിച്ചെടുക്കാം. ഇതേ സമയം നമുക്ക് മസാല വഴറ്റിയെടുക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ചെമ്പ് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ അരിക്കുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത്. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരണം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ, കുരുമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. 1ൽ 2 കട്ടയാണ് ഉണ്ടാവുക. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റിയാണ് വെക്കുന്നതെങ്കിൽ ഒരു കട്ട ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 2 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള ക്വാണ്ടിറ്റിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് റൈസിൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കപ്സ മസാലപ്പൊടി, ഒരു പാക്ക് കപ്സ മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. രണ്ട് നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കിതിനെ
അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരമണിക്കൂർ കുതിർത്ത് വെച്ച് വാർത്തെടുത്ത അരിയാണിത്. നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്കിതിനെ ഊറ്റിയെടുക്കാം. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഇതിനെ ഊറ്റിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഊറ്റിയ ഉടനെ തന്നെ ഇട്ട് കൊടുക്കാം. കാരണം ചിക്കൻ നല്ലപോലെ വെന്തിട്ടില്ല, ഹാഫ് കുക്കായിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം ചേർന്ന് ഇനി ദമ്മിടുമ്പോൾ അതിൽ നിന്ന് തന്നെ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും. നമുക്കിതിനെ ഒന്ന് പരത്തിയ ശേഷം ഇതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കാം. ആവശ്യത്തിന് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായി വീണ്ടും നമ്മൾ റൈസ് ഊറ്റിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. റൈസ് എല്ലാം ഊറ്റി ഇതുപോലെ ദമ്മിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതിനെ അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെക്കാം. ആദ്യം നല്ലപോലെ നമുക്കൊന്ന് തീ കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം തീ കുറച്ചതിന് ശേഷം കനലിൽ വെച്ച് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ ദമ്മിൽ ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കപ്സ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കപ്സ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് സോസ്, റെഡ് സോസ് എന്നിവയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യൂ.